വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ശുദ്ധീകരണം, ക്ഷമ, ദൈവത്തിന്റെ വാഗ്ദാനം, ഈശോമിശിഹായുടെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ എന്നിവയെക്കുറിച്ചാണ്. ഇതിൽ സക്കറിയ പ്രവാചകന് പുരോഹിതനായ ജോഷുവയെക്കുറിച്ചുള്ള ദർശനം വിവരിക്കുന്നു. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. തന്റെ മുമ്പിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. സക്കറിയ 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ജോഷുവയുടെ മലിനവസ്ത്രം മാറ്റി ശുദ്ധവസ്ത്രം ധരിപ്പിച്ചതിലൂടെ ദൈവം തന്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നതും ഭാവിയിൽ ഈശോമിശിഹായിലൂടെ ഉള്ള പാപപരിഹാരവും സമാധാനവും വ്യക്തമാക്കുന്നു. ഒരു ദിവസം ദൈവം ജനത്തിന്റെ അകൃത്യങ്ങൾ നീക്കും. ഭാവിയിൽ സമാധാനവും അനുഗ്രഹവും ഉണ്ടാകും. ഓരോരുത്തരും തന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും ക്ഷണിക്കും. 4-ാം അധ്യായം ദൈവത്തിന്റെ ആത്മാവിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ദർശനമാണ്. പ്രത്യേകിച്ച് സെറുബാബേൽ മുഖേന ദേവാലയ പുനർനിർമ്മാണം, ദൈവത്തിന്റെ ശക്തി, ആത്മാവിന്റെ സഹായം എന്നിവയാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സക്കറിയ 4-ാം അധ്യായം 6-ാം തിരുവചനം. പ്രവാചകൻ ഒരു പൊൻ വിളക്കുതിരി കാണുന്നു. അതിനോടൊപ്പം 2 ഒലിവ് മരങ്ങളും. 2 ഒലിവ് മരങ്ങൾ ദൈവത്തിന്റെ അഭിഷിക്തരായവരെ സൂചിപ്പിക്കുന്നു. അവർ ദൈവത്തിന്റെ ആത്മാവിലൂടെ വിളക്കുതിരിക്ക് എണ്ണ നൽകുന്നു. ദൈവത്തിന്റെ പ്രവർത്തനം അവന്റെ അഭിഷിക്തരിലൂടെ തുടർച്ചയായി നടക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.